ഹായ് ഹലോ നമസ്കാരം, ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സെക്രട്ടേറിയറ്റ് OA മെയിൻസ് എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ നോക്കുകയാണ്. 10 ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ 10 ചോദ്യങ്ങളെ നമ്മൾ ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ടഫ് എന്ന് പറയാനില്ല. എല്ലാം ഒരുവിധം നമ്മൾക്ക് അറിയുന്നത് തന്നെയാണ്. പിന്നെ ചോദ്യം ഒന്ന് രണ്ടെണ്ണം ജസ്റ്റ് വളഞ്ഞ് ചുറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനകത്ത് ഒരു ചോദ്യം ഒരു എറർ വന്നിട്ടുണ്ട്. ചോദ്യം തന്നെ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം അതിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ ആ 10 ചോദ്യങ്ങളിൽ ഒരെണ്ണം തെറ്റാണ്, ചോദ്യം തന്നെ തെറ്റാണ്. ബാക്കിയുള്ളത് മാത്രം നമ്മളൊന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: 15 ഇൻറ്റു 7+3 ഡിവൈഡഡ് ബൈ 5 മൈനസ് 3. ബോഡ് മാസ് റൂൾ അനുസരിച്ച് ചെയ്യാനാണ് അല്ലേ. ബോഡ് മാസ് റൂൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യലടാ. 7ഉം 3ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കൂട്ടി എഴുതാം. അപ്പൊ 15 അവിടെ തന്നെ കിടന്നോട്ടെ. ഇൻറ്റു 7ഉം 3ഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടുന്നുണ്ട്? 10 കിട്ടുന്നുണ്ട്. 10നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് 3 കുറയ്ക്കണം. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ക്രമം അനുസരിച്ചാണെങ്കിൽ ഒന്നുകിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഇവിടെ എന്ത് ചെയ്യുക? 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 2. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 15 ഇൻറ്റു 2 എന്ന് കിട്ടും. മൈനസ് 3 എന്ന് എഴുതാം. 15 ഇൻറ്റു 2 30 ആണല്ലോ. 30 നിന്ന് 3 പോയാൽ എത്ര കിട്ടും? 27 ആണല്ലോ. അപ്പൊ 27 ആണ് നമ്മുടെ ഉത്തരം. 27 ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അടുത്തൊരു ചോദ്യം: 0.0004 പ്ലസ് 0.00004 എത്ര കൂടുതലാണ് 2/5 എന്നാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ബ്രാക്കറ്റിനകത്ത് രണ്ട് വാല്യൂസ്, ഇവരുടെ തുക എന്ന് പറയുന്നത് 2/5 എത്ര കൂടുതലാണെന്ന് ചോദിച്ചിരിക്കാം. നമുക്ക് ഇവരെ ഒന്ന് കൂട്ടി എഴുതാം. 0.0004 0.0004 കൂട്ടി എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ 0.0044 എന്ന് എഴുതാം. എഴുതിയല്ലോ. അടുത്ത് വരുന്ന 2/5 ആണല്ലേടാ. 2/5 എന്ന് പറയുന്ന നമ്പർ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. ഇതിനെയും കൂടെ ഒരു ദശാംശ രൂപത്തിലേക്ക് മാറ്റിയാൽ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാം. ഇപ്പൊ 2/5നെ ദശാംശ രൂപത്തിലേക്ക് മാറ്റാനേ സിമ്പിൾ മെത്തേഡ് താഴെയും മുകളിൽ ഒരു 2 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പൊ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 എന്നും താഴെ നമുക്ക് 10 എന്ന് എഴുതാം. 4നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 0.4 എന്ന് കിട്ടുമല്ലോ. കിട്ടിയില്ലേ? ഇവർ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ്. അതായത് 0.4ൽ നിന്ന് 0.00044 കുറച്ചാൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം അല്ലെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതി ചെയ്യാം എന്ന് ചോദിച്ചാൽ 0.4 എന്ന് കുറയ്ക്കുകയാണ്. 0.4 മൈനസ് 0.00044 ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ എല്ലാം ഓരോ പൂജ്യവും കൊടുക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്ത് കിട്ടി? ഡെസിമൽ അങ്ങ് വിട്ടേക്ക്. 4000ൽ നിന്ന് എന്നെടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനകത്ത് എത്ര പൂജ്യം വരുന്നുണ്ട്? 4 കഴിഞ്ഞിട്ട് 4 പൂജ്യം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വായിക്കാം? 40,000. 40,000ൽ നിന്ന് 44 കുറയ്ക്കും. 40,000ൽ നിന്ന് 44 കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇവിടെ 100 പരിഗണിക്കാം അല്ലെ, അല്ലെങ്കിൽ കടം വാങ്ങി ചെയ്യുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ 40,000നെ ഒന്ന് കുറച്ചിട്ടേ 39,999ൽ നിന്ന് 43 കുറയ്ക്കുക, അങ്ങനെ ചിന്തിച്ചാലും മതി. ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ മുകളിലുള്ള നമ്പറിൽ നിന്ന് താഴെയുള്ള നമ്പർ കുറച്ചെഴുതിയാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ കടം വാങ്ങി കുറച്ചാൽ പോലും പ്രശ്നമില്ല. 100ൽ നിന്ന് 44 കുറയ്ക്കുന്ന രീതിയിൽ എടുക്കാം. 100ൽ നിന്ന് 44 കുറച്ചാൽ എന്ത് കിട്ടും? ഉറപ്പായിട്ട് 56 എന്ന് കിട്ടും. കിട്ടിയല്ലോ. ബാക്കി വരുന്നത് ഇവിടെ എന്തായാലും 9 ആയിരിക്കും, ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 3 ആയിരിക്കും. കണ്ടോ? കുറയ്ക്കുന്ന രീതി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. 40,000ൽ നിന്ന് 44 കുറയ്ക്കലോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ഓരോന്നും മൈനസ് ചെയ്തിട്ടേ 0.39999 ഇങ്ങനെ അല്ലെ. എല്ലാ സ്ഥലത്തും ഈ പൂജ്യം കിടക്കുന്ന സ്ഥലം എല്ലാം 9 ആക്കിയ ശേഷം താഴെയുള്ള നമ്പർ അതുപോലെ ഒന്ന് കുറച്ചിട്ടേ 0.00044 എന്നതിന് പകരം 43 എന്ന് വെച്ചാൽ താഴെയും മുകളിലും ഒരേ നമ്പർ കുറച്ചെഴുതുക. 9ൽ നിന്ന് 3 പോയാൽ 6, 9ൽ നിന്ന് 4 പോയാൽ അല്ലെ, ബാക്കിയുള്ള 399 അതുപോലെ തന്നെ എഴുതിക്കോ. ഇത് നിങ്ങളുടെ സൗകര്യാർത്ഥം കുറയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കുറച്ചോ ഉത്തരം കിട്ടിയാൽ മതി. കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: 1 + 3 + 5 + etc 99 ഈക്വൽ ടു ഡാഷ്. 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് അല്ലെ. 1, 3, 5, 7 ഇങ്ങനെ പോവാണല്ലോ. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം, n². ഇത് കണ്ടിട്ട് 99ന്റെ സ്ക്വയർ എന്ന് എഴുതി വെക്കരുത്, നമുക്ക് ആവശ്യമില്ല.
പകരം ആലോചിക്കുക 1 മുതൽ 99 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളും. അതുകൊണ്ട് തന്നെ 1 മുതൽ 99 വരെയുള്ള ആ ഒറ്റ സംഖ്യകളുടെ എണ്ണം നമുക്ക് 50 എന്ന് എടുക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ തുക എഴുതുമ്പോൾ 50ന്റെ സ്ക്വയർ എന്ന് എഴുതുക. 50ന്റെ സ്ക്വയർ എന്താണ്? 5 5 25 2 0 ഇട്ട് കൊടുത്തോ. ഉത്തരം 2500. സിമ്പിൾ അല്ലേ? മനസ്സിലായോ? ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാടാ, എൻ സ്ക്വയർ. ഇവിടെ എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ 50 പേരുണ്ട്. 50ന്റെ സ്ക്വയർ എടുത്തോ, 2500. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. അടുത്തൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വികരണത്തിന്റെ നീളം 18 സെന്റിമീറ്ററും അതിന്റെ പരപ്പളവ് അഥവാ വിസ്തീർണം 216 സെന്റിമീറ്റർ സ്ക്വയറുമായാൽ രണ്ടാമത്തെ വികരണത്തിന്റെ നീളം എത്ര? നമുക്ക് എല്ലാവർക്കും അറിയാം, സമഭുജ ത്രികോണമാണ്. ത്രികോണം എന്ന് പറയുന്ന ഷേപ്പിന് ഡയഗണൽ അഥവാ വികരണം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം തെറ്റാണെന്ന് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. സമഭുജ ത്രികോണം എന്നല്ല ഇവിടെ കവി ഉദ്ദേശിച്ചത്. ഇതൊരു എന്താണ്, നമുക്ക് ഇത്തരത്തിൽ വികരണങ്ങൾ ഉപയോഗിച്ച് പരപ്പളവ് കാണുന്ന ഒരു ഷേപ്പ് അറിയാം. എന്താ അത്? സമഭുജ സാമാന്തരികം. ഇതായിരുന്നു സാധനം. സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പരപ്പളവ് കാണാൻ നമുക്കൊരു ടെക്നിക്ക് അറിയാം. എന്താണ് നമ്മുടെ അറിയാമോ? നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ഏരിയ ഓഫ് എന്ത് കണ്ടെത്താനാണ്? ഒരു സമഭുജ സാമാന്തരികത്തിന്റെ ഏരിയ കണ്ടെത്താൻ അതിന്റെ ഡയഗണൽസ് D1 D2 ഇവരെ ഗുണിച്ച ശേഷം പകുതി എടുത്താൽ എന്ത് കിട്ടും? ഇതിന്റെ ഏരിയ കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? D1ഉം D2ഉം കൂടെ ഗുണിച്ച ശേഷം എന്ത് ചെയ്താൽ ഇതിന്റെ പകുതി എടുത്താൽ ഏരിയ കിട്ടും. ഇതാണ് 216. ഇതിൽ ഒരു ഡയഗണൽ 18 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 18 ഇൻറ്റു D2 ബൈ 2 എന്ന് പറയുന്നത് 216 ആണല്ലോ. ആണ്. ഈ 18നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 9 എന്ന് എഴുതാമല്ലോ. ആണ്. അപ്പൊ D2 എന്താണ് എന്ന് ചോദിച്ചാൽ 216 ബൈ 9. 216നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 21ൽ എത്ര 9 ഉണ്ട് എന്ന് ചോദിച്ചാൽ 2 എണ്ണം എന്ന് പറയാം. പിന്നെ വരുന്ന 36 ആണ് അല്ലെ? 36ൽ എത്ര എണ്ണം ഉണ്ട്? 4 എന്ന് പറയാം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഡയഗണൽ D2 24 എന്നെടുക്കാം. ഇത് സമഭുജ ത്രികോണത്തിലല്ല. അവിടെ എന്താണ്? സമഭുജ സാമാന്തരികത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ റോംബസ് എന്ന് പറയൂലേ. അപ്പൊ ഇവിടെ നമ്മൾ സമഭുജ സാമാന്തരികത്തിലാണ് ഇത് ചെയ്ത് കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉത്തരം ഉണ്ടെന്നല്ല. ഈ ചോദ്യം തെറ്റാണ്, അതുകൊണ്ട് അതിന് ഉത്തരമില്ല. ഈ യഥാർത്ഥത്തിൽ ചോദ്യം വരേണ്ടിയിരുന്ന ഇങ്ങനെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 24 ഉത്തരമാണെന്ന് പറഞ്ഞതാ. അപ്പൊ 24 ഇവിടുത്തെ ഉത്തരമായിട്ട് നിങ്ങൾ പരിഗണിക്കണ്ട. ഈ ചോദ്യത്തിന് എന്തില്ല? ഉത്തരമില്ല. കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരമില്ലാത്ത ചോദ്യമാണ്, അല്ലെങ്കിൽ ചോദ്യം തെറ്റാണ് എന്നുള്ള രീതിയിൽ എടുക്കുക. അടുത്തൊരു ചോദ്യം നമ്മുടെ കൃത്യങ്ക നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. 2/5 ഇൻറ്റു 2/3 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 3/4 ഇൻറ്റു 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2/6 ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു 5/4 ഇൻറ്റു 6 ഹോൾ റൈസ് ടു -1. ഈ -1 ഹൈലൈറ്റ് ആണ് കേട്ടോ. -1 എന്ന് വെച്ചാൽ ഇൻവേഴ്സ്, എന്താണ്? റെസിപ്രോക്കൽ എന്നാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? 2/5 2/3 കണ്ടോടാ. ഈ 2/5 2/3 കൂടെ നമ്മുടെ ഗുണന നിയമം അനുസരിച്ച് A/m ഇൻറ്റു A/n അനുസരിച്ച് 2/8 എന്ന് എഴുതാമല്ലോ. 5 + 3. അടുത്ത് ഇവിടെ ഒരു 3/2 3/4 വരുന്നുണ്ട്. അപ്പൊ അതിനെ 3/6 എന്ന് എഴുതാം. അടുത്തത് 5ന്റെ സ്ക്വയർ വരുന്നുണ്ട്, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ താഴേക്ക് നമ്മൾ വരികയാണ്. താഴെ വരുമ്പോൾ ആരൊക്കെ അവിടെ വരുന്നുണ്ട്? ഇവിടെ 2/6 ഉണ്ട്, അത് നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഓക്കെ. പിന്നെ 3/3 ഉണ്ട്, അതും എഴുതിയിട്ടുണ്ട്. 5/4 എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു 6 ഉണ്ടല്ലോടാ. ഈ 6 ഇവിടുത്തെ ഒരു വില്ലനാണ്. ഈ 6 അതുപോലെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 6നെ ഞാനൊന്ന് മാറ്റിയിട്ട് 2 ഇൻറ്റു 3 എന്നങ്ങ് എഴുതി. പ്രശ്നമുണ്ടോ? അതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ 2/8 3/6 5ന്റെ സ്ക്വയർ അതൊന്നും തന്നെ ചെയ്യണ്ട. ഇവിടുത്തെ 2/6നോടൊപ്പം ഈ രണ്ടും കൂടെ ചേർത്താൽ 2/7 ആയിട്ട് മാറുമല്ലോ. മാറി. ഇവിടെ 3/3നോട് ഈ 3ഉം കൂടെ ചേർത്താൽ 3/4 മാറുമല്ലോ. പിന്നെ വരുന്ന 5/4. നമുക്ക് ഈ 2/8നെ 2/7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2/8 ഡിവൈഡഡ് ബൈ 2/7 എന്ന് വെച്ചാൽ എന്താ? 2 തന്നെയാണ്. അതായത് 2/8 - 7 അല്ലെ? അപ്പൊ അത് 2 തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ 3/6നെ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 3ന്റെ സ്ക്വയർ എന്ന് കിട്ടും. 6ന്ന് 4 പോയാൽ 2. അപ്പൊ 3/6 3/4 ഡിവൈഡ് ചെയ്യുമ്പോൾ 3/6 - 4. അപ്പൊ 3ന്റെ സ്ക്വയർ കിട്ടി. ഇത് നോക്കുമ്പോൾ ഇവിടെ 5 സ്ക്വയർ ഉണ്ട്, 5/4 താഴെയുണ്ട്.
അപ്പൊ മുകളിലത്തെ രണ്ടെണ്ണവും താഴത്തെ രണ്ടെണ്ണവും കൂടെ വെട്ടിപ്പോയാൽ ഇനി താഴെ ആരേ ഉള്ളൂ? 5/2 മാത്രമേ ഉള്ളൂ. മുകളിലത്തെ രണ്ടും താഴത്തെ രണ്ടും വെട്ടിപ്പോയി. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, മുകളിൽ ഒരു 2 വരുന്നുണ്ട്, ഇവിടെ 3ന്റെ സ്ക്വയർ 9 ആണ്, താഴെ ആര് വരുന്നുണ്ട്? 25 ആണല്ലോ. ഇവിടെ എന്താണ് ഉത്തരം കിട്ടുന്നത്? 18/25. ഇത് കാണുമ്പോൾ നമുക്ക് 18/25 ഉത്തരം എഴുതാൻ തോന്നരുത്. അതല്ല ഉത്തരം. കാരണം നമ്മൾ ഇതിന്റെ പവറിൽ ഒരു -1 നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ല, അല്ലെ? അത് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. ആക്ച്വലി ഇതല്ല ഇതിന്റെ ഉത്തരം. 18/25 നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ ഇതിന്റെ പവറിൽ ഒരു -1 കൊടുത്തു വേണം ഉത്തരം എഴുതാൻ. ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? റെസിപ്രോക്കൽ ആണ്. 18/25ന്റെ റെസിപ്രോക്കൽ എന്താണെന്ന് വെച്ചാൽ 25/18 ആണ്. പിടി കിട്ടിയോ? അപ്പൊ 25/18 ആണ് നമ്മുടെ ഉത്തരം. ഇത് തിരിച്ചിടാൻ മറന്നു പോകരുത് കേട്ടോ. പലർക്കും തിരിച്ചിടാൻ മറന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് തെറ്റാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണേ. ഓക്കെ, അടുത്തൊരു ചോദ്യം. 4, 11, 30, 67 എക്സെട്ര. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലെല്ലാം നമ്മൾ പറഞ്ഞ ഒരു ടൈപ്പ് നമ്പർ സീരീസ് ആണ്. ഈ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക, അല്ലെ? ഇപ്പൊ ഈ ശ്രേണിയുടെ പ്രത്യേകത നമുക്ക് വേണമെങ്കിൽ 4, 11, 30, 67ന്റെ ഗ്യാപ്പ് എടുത്ത് ചെയ്യാം, അകലം എത്ര വീതം വന്നു എന്ന് നോക്കിയിട്ട്. അതിനേക്കാളും നല്ലത് ഇങ്ങനെയാണ്. 1 ക്യൂബ് എന്ന് പറയുന്ന നമ്പറിനോട് 3 കൂട്ടിയാൽ 4 കിട്ടും, ആണല്ലോ. 2 ക്യൂബ് എന്ന് പറയുന്ന നമ്പർ 8 ആണ്, അതിനോട് 3 കൂട്ടിയാൽ 11 കിട്ടും. അടുത്ത 3 ക്യൂബ് എന്ന് പറയുന്ന നമ്പർ 27 ആണ്, അതിനോട് 3 കൂട്ടിയാൽ 30 കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 ക്യൂബ് എന്ന് പറയുന്ന നമ്പർ 64 ആണ്, 3 കൂട്ടിയാൽ 67 കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്തത് 5 ക്യൂബ് പ്ലസ് 3 ആണ് വേണ്ടത്. 5 ക്യൂബിനോട് 3 കൂട്ടിക്കോളൂ. 5ന്റെ ക്യൂബ് ആരാ? 125 ആണ്, 3 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 128. കിട്ടിയോ? ഇതാണ് നമ്മുടെ ഉത്തരം, 128. മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. ഈ ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ക്യൂബ് എടുക്കുക, 3 കൂട്ടുക, ക്യൂബ് എടുക്കുക, 3 കൂട്ടുക. 1ന്റെ ക്യൂബ് എടുത്തു, 3 കൂട്ടി. 2ന്റെ ക്യൂബ് എടുത്തു, 3 കൂട്ടി. 3ന്റെ ക്യൂബ് എടുത്തു. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5ന്റെ ക്യൂബിനോട് 3 കൂട്ടിയിട്ട് 128 കിട്ടി, അല്ലെ? അത്രേ ഉള്ളൂ. അടുത്ത കണ്ടോ, എ എന്നത് പ്ലസ്, ബി എന്നത് ഇൻറ്റു, സി എന്നത് മൈനസ്, ഡി എന്നത് ഡിവിഷൻ. ഇങ്ങനെ സൂചിപ്പിക്കുകയാണെങ്കിൽ 8b 12a 18d 6c 2 എന്തായിരിക്കും? എങ്ങനെ എഴുതും? 8, 12, 18, 6, 2. ബി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻറ്റു. എ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പ്ലസ്. ഡി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിവിഷൻ. സി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? മൈനസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബോർഡ് മാസ് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം? ആദ്യം നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്യാണ്. 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. അടുത്തത് ഈ 8ഉം 12ഉം കൂടെ ഗുണിക്കുകയാണ്. എത്ര കിട്ടും? 96. അപ്പൊ 96 പ്ലസ് 3 മൈനസ് 2 ആണ്. 96നോട് 3 കൂട്ടിയാൽ 99, 2 കുറച്ചാൽ 97. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 96ൽ നിന്ന് 2 കുറച്ച് 94, എന്നിട്ട് 3 കൂട്ടി 97. എങ്ങനെ ചെയ്താലും ഉത്തരം 97. കണ്ടോ? ചിഹ്നങ്ങൾ മാറ്റിയിട്ട ശേഷം മാത്രം എന്ത് ചെയ്യുക? ബോർഡ് മാസ് റൂൾ കൊടുത്തങ്ങ് ചെയ്യുക. സിമ്പിൾ ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ഒറ്റയാൻ ഏതാണ്? ത്രികോണം, ചതുരം, ചാപം, വൃത്തം. നോക്കുമ്പോൾ ത്രികോണം, ചതുരം, വൃത്തം എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്ന 2D ഷേപ്സ് ആണ്, അല്ലെ? ദ്വിമാന രൂപങ്ങളാണ്. എന്നാൽ ഈ കാണുന്ന ചാപം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ഷേപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറ്റുമോ? ഒരു ദ്വിമാന രൂപമല്ല, ഇതിനെ ഷേപ്പ്. ചാപം എന്ന് പറയുന്നത് ഒരു ഷേപ്പാണ്, പക്ഷെ ഇതെന്തല്ല, ഒരു ദ്വിമാന രൂപമായിട്ട് നമ്മൾ പരിഗണിക്കാറില്ല, അല്ലെ? അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് അല്ല. മാത്രമല്ല ചാപത്തെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കാറില്ല? ഒരു ബഹുഭുജമായിട്ടും പരിഗണിക്കാറില്ല. ചാപം വൃത്തത്തിന്റെ ഒരു പീസ് മാത്രമാണ്, നമ്മൾ ആർക്കെന്ന് പറയും ഇംഗ്ലീഷിൽ, കേട്ടോ. അപ്പൊ ചാപത്തെ നമുക്ക് ഈ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് ചാപമാണ് ഒറ്റയാണ്. അടുത്തത് ഗോളം, 4πr² ഡാഷ് 3πr². ഗോളവും 4πr² തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് അഥവാ ടോട്ടൽ സർഫസ് ഏരിയ ആണ് 4πr². എന്നാൽ 3πr² ഉപരിതല പരപ്പളവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷേപ്പ് നമുക്ക് ഈ ഓപ്ഷനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. വൃത്തത്തിന്റെ അല്ല, വൃത്തസ്തംഭത്തിന്റെ അല്ല, വൃത്തസ്തൂപികയുടെ അല്ല, അത് അർദ്ധഗോളത്തിന്റെയാണ്, അല്ലെ? ഗോളം, അല്ലെ? ഗോളം എന്ന് പറയുന്നത് 4πr² ആണ്. അതിന്റെ പകുതി, ഗോളത്തിന്റെ പകുതിയാണ് അർദ്ധഗോളം അഥവാ ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് എന്ത് പറയുന്നത്? 3πr² എന്ന് പറയുന്നത്. അപ്പൊ വൃത്തത്തിന് ടോട്ടൽ സർഫസ് ഏരിയ പറയാറില്ല, നമ്മൾ πr² എന്ന് പറഞ്ഞാൽ മതി.
എന്താണ് വൃത്തസ്തംഭം? സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ സർഫസ് ഏരിയ നമ്മൾ എങ്ങനെ എടുക്കും? അതിന്റെ ബേസിലുള്ള രണ്ട് വൃത്തങ്ങൾ എടുക്കണം. രണ്ട് വൃത്തങ്ങൾ ആരൊക്കെയാ? ബേസിലുള്ള വൃത്തങ്ങൾ ആരൊക്കെ വരുന്നുണ്ട്? പൈ ആർ സ്ക്വയർ, അപ്പൊ 2πr² വരും. പിന്നെ അതിനൊരു കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട് അല്ലേ? ആ കർവ്ഡ് സർഫസ് ഏരിയ നമ്മൾ എന്ത് വിളിക്കും? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന് എടുക്കോ? യെസ്, 2πrh. അപ്പൊ അതുകൊണ്ട് തന്നെ വൃത്തസ്തംഭത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrh പ്ലസ് 2πr² എന്നുള്ള രീതിയിലാണ്. പിന്നെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് 2πr × r+h എന്നൊക്കെ പഠിച്ചു വെക്കാറുണ്ട്. ഇനി എന്താണ് വൃത്തസ്തൂപികയുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ താഴെ ഒരു πr² ഉണ്ട് ബേസിൽ അല്ലെ. ഇനി ഇതിനൊരു എന്തുണ്ട്? കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. അത് πrl എന്നാണ് നമ്മൾ എടുക്കുക. അങ്ങനെ മൊത്തത്തിൽ ഇതിന്റെ ഇക്വേഷൻ πr × r+l എന്ന് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. ഇതാണ് വൃത്തസ്തൂപിക, ഇത് വൃത്തസ്തംഭം, ഇത് വൃത്തം. എന്നാൽ അർദ്ധഗോളത്തിൽ എന്താണ്? 3πr² ആണ്. സോ നമ്മുടെ ആൻസർ ഏതാണ്? അർദ്ധഗോളമാണ്. അടുത്ത ദിശയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്ന ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു അല്ലെ. ഒരു ആരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ് എന്ന് വെച്ചാൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഏത് ദിക്കിലാണുള്ളത് എന്നാണ്. നിങ്ങൾക്ക് വരച്ചും ചെയ്യാം, വരയ്ക്കാതെയും ചെയ്യാം. അപ്പൊ വരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങുകയാണ്, എന്നിട്ട് എങ്ങോട്ട് പോയി? തെക്കോട്ട് പോയി അല്ലേ. ദിശ അറിയണമല്ലോ. അപ്പൊ മുകളില് നോർത്ത്, താഴെ സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് മാർക്ക് ചെയ്തു. അപ്പൊ തെക്കോട്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ്? 10 കിലോമീറ്റർ സഞ്ചരിച്ചു തെക്കോട്ട്. ഓക്കെ, എന്നിട്ട് എങ്ങോട്ട് തിരിഞ്ഞു എന്നാണ് പറഞ്ഞത്? പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ട് 4 കിലോമീറ്റർ. അപ്പൊ ഇവിടെ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ട് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. വടക്കോട്ട് തിരിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞിട്ട് 4 കിലോമീറ്റർ നടന്നു അല്ലെ. കിഴക്കോട്ട് തിരിയുന്നു, എന്നിട്ട് എന്ത്? 4 കിലോമീറ്റർ നടക്കുന്നു. കണ്ടോ? ഓക്കെ ആണല്ലോ. അപ്പൊ 4 കിലോമീറ്റർ നടന്ന് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ദിശയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഈ 4 കിലോമീറ്റർ എന്ന് പറയുന്നത് നേരെ തിരിച്ച് ഇവിടെയാണ് വന്ന് മുട്ടിയിരിക്കുന്നത് അല്ലെ. ഇങ്ങോട്ട് 4 പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത് ഫിനിഷിംഗ് പോയിന്റ്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ഇയാളിപ്പോ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഏത് ദിക്കിലാണ്? താഴെയല്ലേ. താഴെ എന്ന് വെച്ചാൽ ഏത് ദിക്കാണ്? തെക്ക് ദിക്കാണ്. ഇതിങ്ങനെയാണ് വരച്ചു നോക്കുന്നത്. ഇപ്പൊ വരച്ചു നോക്കണമെന്നില്ല, ഇയാളുടെ ദിക്ക് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഇയാൾ ആദ്യം പോയത് സൗത്തിലോട്ട് 10 കിലോമീറ്റർ പോയി. അത് കഴിഞ്ഞ് വെസ്റ്റിലോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ പോയി. പിന്നെ നോർത്തിലോട്ട് തിരിഞ്ഞിട്ട് 5 കിലോമീറ്റർ പോയിട്ടുണ്ട്. പിന്നെ ഈസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 4 കിലോമീറ്റർ പോയിട്ടുണ്ട്. ആണല്ലോ. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ വെസ്റ്റും ഈസ്റ്റും ഓപ്പോസിറ്റ് ആണല്ലോ. ഇവരങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്ക്, പോട്ടെ, വേണ്ട. ഇനി സൗത്തിന്റെ ഒരു 10 ഉണ്ട്, നോർത്തിന്റെ 5 ഉണ്ട് അല്ലേ. അപ്പൊ നേരത്തെ നമ്മൾ വെസ്റ്റും ഈസ്റ്റും കുറയ്ക്കാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ കാരണം എന്താ? ഇവർ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് പരസ്പരം കുറച്ചു. എന്നാൽ ഈ സൗത്തും നോർത്തും കണ്ടോടാ, സൗത്തും നോർത്തും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ സൗത്തിന്റെ 10ൽ നിന്ന് നമ്മൾ ആരെ കുറയ്ക്കുക? നോർത്തിന്റെ 5 കുറയ്ക്കുക. ബാക്കി ഇനി ആരേ ഉള്ളൂ? 5 ഉള്ളൂ. എത്ര അകലത്തിലാണെന്ന് വെച്ചാൽ 5 കിലോമീറ്റർ എന്ന് പറയാം. ഏത് ദിക്കിലാണെന്ന് വെച്ചാൽ ഏത് പറഞ്ഞാൽ മതി? സൗത്ത്. കാരണം എന്താ? ഇപ്പൊ നിലവിൽ സൗത്ത് മാത്രമേ മിച്ചമുള്ളൂ. സൗത്തിന്റെ 10ൽ നിന്ന് നോർത്തിന്റെ 5 നമ്മൾ കളഞ്ഞല്ലോ. ഇനി ആരേ ഉള്ളൂ? സൗത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദിക്ക് മാത്രം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇങ്ങനെ എഴുതി ചെയ്താലും മതിയാവും കേട്ടോ. ഏത് ദിക്കിലാണ് യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? തെക്ക്. ഇനി ഇതേ ചോദ്യം പലർക്കും കൺഫ്യൂഷൻ ആയിട്ട് പലരും ഈസ്റ്റ് എന്ന് എഴുതിയേക്കാം. കാരണം എന്താ? അവസാനം തിരിഞ്ഞു നിൽക്കുന്ന ദിക്കേത്, അല്ലെങ്കിൽ അവസാനം യാത്ര ചെയ്ത ദിക്കേത് എന്ന് ചോദിച്ചാൽ അത് കിഴക്കാം. അതല്ല ഇവിടുത്തെ ചോദ്യം. ഏത് ദിക്കിലേക്കാണ് അയാൾ തിരിഞ്ഞു നിൽക്കുന്നത് എന്നല്ല, യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ അയാൾ ഇപ്പൊ ഏത് ദിക്കിലാണ് ഉള്ളത് എന്നാണ്. ഏത് ദിക്കിലാ? അത് തെക്ക് തന്നെയാണ്. അല്ലാതെ ഏത് ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്നല്ല. തിരിഞ്ഞു നിൽക്കുന്ന ദിക്ക് ഏതെന്ന് വെച്ചാൽ അവസാനം തിരിഞ്ഞ ദിക്ക. അവസാനം കിഴക്കോട്ടല്ലേ, അതുകൊണ്ട് കിഴക്ക. അങ്ങനെ കിഴക്ക് എഴുതി തെറ്റിച്ചവർ ശ്രദ്ധിച്ചോ, ഇനി തെറ്റിക്കരുത് കേട്ടോ. ഇത്രയാണ് ആ 10 ചോദ്യങ്ങൾ. മാത്സും മെന്റൽ എബിലിറ്റിയും വലിയ കുഴപ്പമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചോ. ഏതെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ചോദ്യങ്ങൾ പിന്നെയും ഒന്ന് ചെയ്ത് റെഡിയാക്കി എടുത്തോ കേട്ടോ. എവിടെയെങ്കിലും നമുക്കൊരു അപാകത ഉണ്ടോ എന്നറിയണമല്ലോ. വരും പരീക്ഷകളിലൊക്കെ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഉറപ്പ്. എല്ലാവർക്കും ഒരുവിധം ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും വിചാരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.